ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സുജാതയെ നോക്കിയ ഡോക്ടർ ജീവനോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തോ ടെൻഷനുണ്ട്, എന്തായാലും ജീവൻ തന്നെ ചോദിച്ച് മനസ്സിലാക്കി പരിഹരിക്കണമെന്നൊക്കെ പറയാണ്. ഡോക്ടർ ജീവനോട് പറയുന്നത് സുജാതയും കേൾക്കുന്നുണ്ടായിരുന്നു. ജീവൻ വെളിയിലേക്ക് വന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താണ് ടെൻഷൻ, എന്താണെങ്കിലും തുറന്നു പറയാനെന്നൊക്കെ പറയുന്നു. സുജാത ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഹോസ്റ്റലിലാണെങ്കിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ, അവരുടെ കയ്യിൽ നിന്നും ഞാൻ ഒരുപാട് പൈസ വാങ്ങിയിട്ടുണ്ട്. അതിനെയും ഒരു മാസം കൂടെ ജോലി ചെയ്താൽ മാത്രമേ വീട്ടാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ പോകാതിരിക്കുന്നത്, എനിക്ക് അവിടെ പോകണമായിരുന്നു എന്നൊക്കെ പറയുന്നു. ജീവൻ അപ്പോൾ പറയുന്നുണ്ട്, അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഒരു മാസത്തെ കാര്യമല്ലേ, ഒരു മാസം കൂടെ പൊക്കോളാൻ പറയുന്നു. അതിനുശേഷം എൻ്റെ അടുത്ത് വന്നാൽ മതി എന്നൊക്കെ പറയുന്നു. സുജാത പറയുന്നുണ്ട്, ഞാൻ ഒരു മാസം കഴിഞ്ഞ് മോന്റെ കൂടെ വന്ന് താമസിച്ചോളാം എന്നൊക്കെ. ജീവൻ പെർമിഷൻ കൊടുക്കുകയാണ് പോകാനായിട്ട്. സുജാതയ്ക്കും സന്തോഷമാകുന്നു. അതേസമയം ജീവൻ മനസ്സിൽ വിചാരിക്കുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയാം. എന്തായാലും നിത്യയുടെ അടുത്തേക്ക് തന്നെയായിരിക്കും പോകുന്നത്. ഞാനും നിങ്ങളെ പിന്തുടർന്ന് വന്നിരിക്കുമെന്നൊക്കെ പറയാണ്. പിന്നീട് ചാനലുകാരാണെങ്കിൽ ഹരിയുടെ വീട്ടിലേക്ക് വരികയാണ്. വീണയെ തേടിയാണ് വരുന്നത്. വീണയുടെ ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അമ്മാവൻ അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്, എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ഹരിയും പറയുന്നുണ്ട്, ഇവിടെ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ലെന്നൊക്കെ. പെട്ടെന്ന് വീണ അവിടേക്ക് വരുന്നുണ്ട്. വീണയെ കാണുമ്പോൾ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ചാനലുകാർ ചെല്ലുന്നുണ്ട്. വീണയോട് ചോദിക്കുന്നുണ്ട്, കാലിന് എന്തു പറ്റിയെന്ന്. വീണയപ്പോൾ ജിമ്മിൽ പോയപ്പോൾ വീണതാണെന്നൊക്കെ പറയുന്നു. വീണ പറയുന്നുണ്ട്, ഇപ്പൊ എനിക്ക് ഇന്റർവ്യൂ തരാനുള്ള മൂഡൊന്നും ഇല്ലെന്നൊക്കെ. ചാനലുകാരപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതാരാണ്, ബന്ധുക്കളാണോ എന്നൊക്കെ. കല്യാണി മോളെ കണ്ടിട്ട് പറയുന്നുണ്ട്, മേഡത്തിന്റെ അതേ ഷേപ്പാണ്, മോളാണോ എന്നൊക്കെ ചോദിക്കുന്നു. വീണ അപ്പോൾ ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ചോദിക്കാണ്. ചാനലിലെ പെൺകുട്ടിയാണെങ്കിൽ മോളോട് ചോദിക്കുന്നുണ്ട്, മോളുടെ അച്ഛനും അമ്മയും ആരാണെന്ന്. കല്യാണി അപ്പോൾ ഹരിയുടെ നേരെ കൈ ചൂണ്ടുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് നിത്യ വരുന്നുണ്ട്. നിത്യ ഹരിയെ തട്ടി താഴെ വീഴാൻ പോകുന്നു. ഹരി പിടിച്ചു എഴുന്നേൽപ്പിക്കുന്നുണ്ട്. കല്യാണി കൈ ചൂണ്ടുന്നത് കണ്ടിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ വന്നവർ വിചാരിക്കുന്നത് ഹരിയും നിത്യയുമാണ് മോളുടെ പേരൻസ് എന്ന്. അവതാരിക അപ്പോൾ പറയുന്നുണ്ട്, അവരാണോ എന്നൊക്കെ. വീണയുടെ അച്ഛൻ കല്യാണി മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വയം പറയുകയാണ്, സ്വന്തം കുഞ്ഞിനെ സ്വന്തം മകളല്ലെന്ന് പറഞ്ഞ രാക്ഷസി എന്നൊക്കെ. കല്യാണി അത് ശ്രദ്ധിക്കുന്നുണ്ട്. കല്യാണി വീണയെ തന്നെ നോക്കിയിട്ട് വിചാരിക്കുകയാണ്, ഇവരാണോ എൻ്റെ അമ്മയെന്ന്. കല്യാണിക്ക് ദേഷ്യം വരുന്നുണ്ട്. കല്യാണി ഉടനെ തന്നെ ഹരിയുടെയും നിത്യയുടെയും ഇടയ്ക്ക് പോയി നിൽക്കുകയാണ്. ശേഷം ചാനലുകാരോട് പറയുന്നുണ്ട്, ഹരിയുടെ കൈ പിടിച്ചിട്ട് ഇതെന്റെ അച്ഛനാണെന്നും നിത്യയുടെ കൈ പിടിച്ചിട്ട് ഇതെന്റെ അമ്മയാണെന്നും. ആ സമയത്ത് ആദ്യം അവിടേക്ക് വരുന്നുണ്ട്. നിത്യയുടെ അടുത്തേക്ക് നിത്യാമ്മ എന്ന് വിളിച്ചുകൊണ്ട്. ചാനലുകാരപ്പോൾ ഇവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. വീണ അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്റെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നതല്ലേ, എന്നിട്ട് എന്തിനാണ് അവരെ കവർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞു വിടുകയാണ്. വീണ അമ്മാവനോട് ദേഷ്യപ്പെടുകയാണ്, ഇവർ രണ്ടുപേരും വിവാഹിതരൊന്നുമല്ലെന്ന് എന്താണ് അവരോട് പറയാഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട്. അമ്മാവനപ്പോൾ തിരിച്ചു വീണയോട് ചോദിക്കുകയാണ്, കല്യാണി നിന്റെ മകളല്ലെന്നും എന്താണ് അവരോട് തുറന്നു പറയാൻ പറ്റാതിരുന്നതെന്ന്. എന്തായാലും കല്യാണി മോളാണ് അങ്ങനെയൊക്കെ അവരോട് പറഞ്ഞത്, അത് അവളുടെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. നിത്യ ആദ്യം കൂട്ടി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ഹരി അപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട്. ഹരി നിത്യയുടെ അടുത്തേക്ക് വന്നിട്ട് സോറി എന്ന് പറയുന്നുണ്ട്. കല്യാണി മോൾ അമ്മ എന്ന് പറഞ്ഞത് കൊണ്ട് സോറി എന്ന് പറയാണ്. നിത്യ അപ്പോൾ പറയുന്നുണ്ട്, അതിനൊന്നും സോറി പറയണ്ട, അവൾ അറിയാതെ പറഞ്ഞു പോയതല്ല. നിത്യ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഹരി മനസ്സിൽ പറയുകയാണ്, അറിഞ്ഞുകൊണ്ട് പറഞ്ഞാലും കുഴപ്പമില്ലെന്നൊക്കെ. നിത്യ പറയുന്നുണ്ട്, അവൾക്ക് അവളുടെ അമ്മയെ വേണം, എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ഹരി അപ്പോൾ പറയുന്നുണ്ട്, അവൾ ആഗ്രഹിക്കുന്നത് വീണയെ പോലെ ഒരു അമ്മയല്ല, നിത്യയെ പോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയാണെന്ന് പറയുന്നു. ഹരി അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഹരിയുടെ വാക്കുകൾ കേട്ടിട്ട് നിത്യ കുറച്ചു നേരത്തേക്ക് പകച്ചു നിൽക്കുന്നുണ്ട്. വീണ അച്ഛന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരു പ്രേമ നാടകം നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്, നീ ആണെങ്കിൽ ഇവിടെ വന്നവരോട് ഒരു ബന്ധവുമില്ലെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ നീ ഇവിടുത്തെ കാര്യത്തിലൊന്നും ഇടപെടണ്ട എന്നൊക്കെ പറയുന്നു. ഹരിയുടെയും നിത്യയുടെയും ഇടയിൽ നീ എങ്ങാണം ഇടപെട്ടാലുണ്ടല്ലോ, നിന്നെ ഞാൻ കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞ് വാണിംഗ് കൊടുക്കുകയാണ്. ശേഷം കാണിക്കുന്നത് കല്യാണി കരഞ്ഞുകൊണ്ട് ടെറസിൽ നിൽക്കുകയാണ്. അവിടേക്ക് ഹരി ചെല്ലുന്നുണ്ട്. കല്യാണി പറയുന്നുണ്ട്, ഇത്രയും കാലം അച്ഛനും അപ്പൂപ്പനും എന്തുകൊണ്ടാണ് എന്നോട് പറയാഞ്ഞത്, ഇവരാണ് എൻ്റെ അമ്മയെന്നൊക്കെ.
അവരൊരുപാട് ചീത്തയാണ്, എനിക്ക് എൻ്റെ അമ്മയായിട്ട് വേണ്ടാന്നൊക്കെ പറയുന്നു. ഹരി അപ്പോൾ പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് ഞാൻ മോളോട് പറഞ്ഞത്, മോക്ക് വിഷമമാകുമെന്നൊക്കെ ഓർത്തിട്ടാണെന്നൊക്കെ പറയുന്നു. കല്യാണി അപ്പോൾ പറയുന്നുണ്ട്, അവർക്ക് അച്ഛനെയും അപ്പൂപ്പനെയും ഒന്നും ഇഷ്ടമല്ലല്ലോ, എനിക്കും അവരെ ഇഷ്ടമല്ല. എനിക്ക് പത്മ ടീച്ചറിനെ പോലെ ഒരു അമ്മയാണ് വേണ്ടത്. പത്മ ടീച്ചറിന്റെ കൈ പിടിക്കുമ്പോഴേ എന്തൊരു തണുപ്പാണ്, എന്തൊരു സ്നേഹമാണെന്നൊക്കെ പറയുന്നു. മോൾ പറയുന്നത് കേട്ടിട്ട് ഹരിക്കും സന്തോഷമാകുന്നുണ്ട്. ഹരി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പത്മ ടീച്ചറിനെ പോലെയുള്ള അമ്മയല്ല, പത്മ ടീച്ചർ തന്നെയാണ് മോൾക്ക് അമ്മയായിട്ട് വരാൻ പോകുന്നതെന്ന് പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.